പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മത്തായി സുവിശേഷത്തിൽ നമുക്കായി ഒരു മകൻ ജനിക്കും. യേശു കർത്താവിനെ കുറിച്ച് പറഞ്ഞത്, ഒന്ന്, നമ്മുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി അവൻ വന്നു. രണ്ട്, ദൈവം നമ്മോട് കൂടെ വസിക്കുന്ന കർത്താവിനെ നമുക്ക് തന്നു. ഇങ്ങനെ ഒരു ശിശു ജനിക്കുന്നു എന്ന സദ്വാർത്ത അറിഞ്ഞിട്ട് വിദ്വാൻമാർ യേശുവിനെ കാണാൻ വേണ്ടി പുറപ്പെടുന്നത് 2-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കിഴക്ക് കണ്ട നക്ഷത്രത്തിനെ അനുഗമിച്ച് അവർ ഹെറോദോസിന്റെ കൊട്ടാരത്തിൽ ചെന്നെത്തുമ്പോഴാണ് ഹെറോദോസ് അറിയുന്നത് രാജാവായി ജനിച്ചവൻ ഇങ്ങ് ബെത്ലഹേമിൽ പിറന്നിരിക്കുന്നു എന്ന ദൂത് ഹെറോദോസിന്റെ കാതുകളിൽ വന്നു പതിക്കുമ്പോൾ ഹെറോദോസിന്റെ മനസ്സിൽ യേശുക്രിസ്തുവിനെ എങ്ങനെയാണ് കൊല്ലണം എന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങോട്ട് പോയ വഴിക്ക് തിരിച്ചു പോകരുതെന്ന് ദൈവം വിദ്വാൻമാർക്ക് അവിടുന്ന് നിർദ്ദേശം കൊടുത്തു. അതനുസരിച്ച് അവർ തിരിച്ചു വന്നില്ല. യേശു ജനിച്ചതുമൂലം, യേശു ക്രിസ്തു രക്ഷകനായി വന്നതുമൂലം 2 വയസ്സിന് താഴെയുള്ള ഒത്തിരി കുഞ്ഞുങ്ങളെ കൊന്നുകളയുവാൻ ഇടവന്നു. അതിനോടുകൂടെ യേശുവിനെ കൊന്നു എന്നാണ് ഹെറോദോസ് കരുതിയത്. യേശുവിനെ അങ്ങനെ കൊല്ലാൻ പറ്റുമോ? യേശു നമുക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയാ വന്നത്. യേശു 33.5 വർഷക്കാലമാണ് ഭൂമിയിൽ ജീവിച്ചത്. 3.5 വർഷക്കാലം ദൈവരാജ്യത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചു. യേശു പറഞ്ഞു കൊടുത്തു. ഇവിടെ പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം, യേശുവിനെ അറിഞ്ഞ് ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളവരായി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ ലക്ഷ്യം അനേകരെ ക്രിസ്തുവിലേക്ക്, രക്ഷകനായ ക്രിസ്തുവിലേക്ക്, നമ്മുടെ പാപങ്ങൾ മോചിച്ച ക്രിസ്തുവിലേക്ക്, നമ്മുടെ രോഗങ്ങൾ വിടുവിച്ച ക്രിസ്തുവിലേക്ക്, അവൻ കർത്താവാണെന്ന് ഏറ്റുപറഞ്ഞ് അവൻ്റെ കൂടെ ജീവിക്കാൻ തക്കവണ്ണം ഒരുക്കുന്ന ഒരുക്ക ശുശ്രൂഷ നമ്മുടെ അകത്ത് വെളിപ്പെടണം. മാനവകുലത്തിന് രക്ഷയ്ക്കായി നൽകിയ ഒരേ ഒരു നാമം, അത് യേശുവിൻ്റെ നാമമാണ്. ചരിത്ര പുസ്തകങ്ങളിലെ താളുകളിൽ വരാനിരിക്കുന്ന മശിഹയെക്കുറിച്ച് അറിഞ്ഞ വിദ്വാൻമാർ യേശുവിനെ കാണാൻ വേണ്ടി കടന്നു വരാൻ ഇടവന്നെങ്കിൽ, പ്രവാചക പുസ്തകത്തിൽ രേഖപ്പെടുത്തിയ കർത്താവിനെ ഇതാ നമ്മുടെ മുന്നിൽ കടന്നു വന്നിരിക്കുമ്പോൾ യേശുവിനെ കർത്താവാണെന്ന് ഹൃദയത്തിലും അതരത്തിലും വിശ്വസിച്ചേച്ചു പറയുന്ന ഒരു ആത്മീയ അന്തരീക്ഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ വെളിപ്പെടാൻ തുടങ്ങിയെങ്കിൽ നമ്മുടെ ഭവനത്തിന്റെ അന്തരീക്ഷം മാറും. നമ്മുടെ കുഞ്ഞുങ്ങൾ അനുസരണക്കേട് കാണിക്കുമ്പോൾ നമ്മൾ ഏറ്റവും അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. യേശു കർത്താവ് രക്ഷിതാവായി കടന്നു വന്ന ദൈവമാണ്. സകല മുഴങ്കാലും മടങ്ങപ്പെടുന്ന നാമമാണ് അവന്റെ മുമ്പിൽ. കാൽമുഴങ്കാലും മടങ്ങുന്ന പോലെ അധരങ്ങൾ അവനെ ആർത്തുപാടും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ക്രിസ്തുവിനായി ഒന്ന് സമർപ്പിക്കാവൂ. ഈ വചന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതൽ കർത്താവ് തരും. നിങ്ങൾ രോഗിയാണെങ്കിൽ സൗഖ്യദായകനാണ് ഈ യേശു. യേശുവിന്റെ നാമം പറയുമ്പോഴൊക്കെ എന്തു വലിയ അത്ഭുതങ്ങളാണ് നടക്കുന്നതെന്നറിയോ ജീവിതത്തിൽ. നിങ്ങൾ യേശു കർത്താവാണെന്ന് ഹൃദയം കൊണ്ടൊന്ന് ആവർത്തിച്ച് പറഞ്ഞ്, ജ്ഞാനികളായ വിദ്വാൻമാർ അവനെ കാണാൻ പോയെങ്കിൽ വരാനിരിക്കുന്ന രാജാതിരാജനായ കർത്താവിനെയാണ് കാണാൻ പോയത്. ഈ കർത്താവിന്റെ അടുക്കലേക്ക് നമുക്കൊന്ന് പോകണ്ടേ? അവന്റെ അടുക്കൽ പോയവരാരും നിരാശപ്പെട്ടിട്ടില്ല.
അവരുടെ കുടുംബവും നിരാശമായിട്ടില്ല. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ സാന്നിധ്യത്തിന്റെ നടുവിൽ ഈ വചനം ഞങ്ങളുടെ അകത്ത് ഒരു ദൈവപ്രവൃത്തി, ഞങ്ങളുടെ ഭവനത്തിന്റെ അകത്ത്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അകത്ത്, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരുടെ അകത്തേക്ക് ഈ അഭിഷേകത്തിന്റെ അഗ്നി ഇറങ്ങണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.